Know that they ride or die. Why they wanna move like that? Where you want gone? Why you want act like that? Why you play hard? No rush, go on. Now you got that on now. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ എ ബി വി ഗെയിമർ. വെൽക്കം ടു മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ്. ഓക്കെ ഗേസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് ഗേസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോസ്, യൂട്യൂബിൻ്റെ ഫസ്റ്റ് വീഡിയോസ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗേസ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനിയും ബാക്കി കളിയിലേക്ക് കിടക്കുക ഗേസ്. നമുക്ക് കളിയിലേക്ക് കൂടി ചലിക്കാം ഗേസ്. നമ്മളാണെങ്കിൽ ആണ് ഒരു എഡ്രമാവ് ഗേസ്. പെയിൽ ഫോറസ്റ്റ് പെയിൽ ഫോറസ്റ്റ് ഗേസ്. പെയിൽ ഫോറസ്റ്റ് ഗേസ്, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഗേസ് ഇത് കളിക്കുന്നത്. പെയിൽ ഫോറസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ലോ ഗേസ്. വാവ്, പെയിൽ ഫോറസ്റ്റ്. നോക്കാം അവിടെ നോക്കട്ടെ, ശരിക്കും പെയിൽ ഫോറസ്റ്റ് ആണോ? വാവ്, വാട്ട് ദ ഹാക്ക് ഗേസ്, പെയിൽ ഫോറസ്റ്റ്. ഓ, ഞാൻ പെയിൽ ഫോറസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇതെങ്ങനെ ഇവിടെ വന്നേ? കൊള്ളാമല്ലോ, പെയിൽ ഫോറസ്റ്റ്. അയ്യോ അയ്യോ അയ്യോ. അപ്പം നമുക്ക് പെയിൽ ഫോറസ്റ്റ് ചെറിയ രീതിക്ക് ബഗ് അടിച്ച് പോയി ഗേസ്. ഇടയ്ക്ക് ബഗ് അടിച്ച്, സോറി ഗേസ്, ബഗ് അടിച്ച് ഇതായിരുന്നു, സോറി ഗേസ്. നമുക്കാണെങ്കിൽ ക്രീക്കറിൻ്റെ ഇത് കിട്ടിയില്ല, സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. നമുക്കാണെങ്കിൽ ആദ്യം ഒരു ബെഡ് ഉണ്ടാക്കണം ഗേസ്. നൈറ്റ് അവറായി ഗേസ്, നൈറ്റ് അവറായി ഗേസ്. അഥവാ നൈറ്റ് ആയ ക്രീപ്പറും സോംബിയും വരും ഗേസ്. അത് പൊട്ടും. സോംബി നമ്മളെ അടിച്ചു കൊല്ലും, നമ്മൾ 3 ചെയ്യാവും, പിന്നെ കിടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും ഒരു ബെഡ് കണ്ടുപിടിച്ചല്ലോ. മെഹമേ ബാ 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 അവൻ അട്ടെ ബാ ബാ ബാ. നീ ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഒന്നിനൊക്കെ ഗേസ്, 1 കിൽ. നമുക്ക് ബെഡിനുള്ളതായോ? ഇല്ല, ഒരു വൂളും കൂടെ വേണം ഗേസ്. നമുക്ക് ഈ പൂ പറിച്ചിട്ട് യെല്ലോ മറ്റേ ഡൈ ഉണ്ടാക്കാം ഗേസ്. ഡൈ വെച്ചിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. 3 പൂ കിട്ടുവാണെങ്കിൽ നമുക്ക് ഡൈ ഉണ്ടാക്കാം. ഓക്കെ, അത് വെച്ച് മഞ്ഞയാക്കാം. അതേ ഉള്ളൂ ഗേസ് പ്ലാൻ. ഷീപ്പ് കുനീസ് ബാ. നമുക്കെന്നാൽ ഒരു ബെഡ് ഉണ്ടാക്കാം ഗേസ്. അയ്യോ, നൈറ്റ് ആവാറായി ഗേസ്. 3 ചെയ്യാം പെട്ടെന്ന്. നമ്മളെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പണിയും ഗേസ്. വീടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പണിയുമ്പോൾ അമ്പാനി വീട്. നമ്മൾ ആദ്യം പണിയാൻ പോകുന്ന ഒരു സ്റ്റാർട്ടർ പീസ് ഗേസ്. ഒന്ന് ജീവിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടർ പീസ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് അംബാനി വൈബ് ആക്കാം ഗേസ്. ഏത് വൈബ്? അംബാനി വൈബ്. നമുക്കൊരു ഗോൾഡിൻ്റെ ബെഡയിലൊക്കെ നമ്മൾ കിടക്കത്തുള്ളൂ. അങ്ങനെ ശരിക്കും ഗോൾഡല്ല കേട്ടോ, ഊള. ഗോൾഡല്ല, ഊള. അതുകൊണ്ട് പിന്നെ ഏത് വൈബായാലും അംബാനി വൈബല്ലേ. നമുക്കപ്പം ഈ നൈറ്റ് സ്കിപ്പ് ചെയ്യാം ഗേസ്. പെട്ടെന്ന് നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അടുത്ത നൈറ്റ് നമുക്കൊന്ന് സർവേ ചെയ്ത് നോക്കാം. നമുക്ക് സർവേ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് ഹാർഡ് കോർ അല്ലെങ്കിലും ഹാർഡാണ് ഗേസ്. പണി വേറെയാ, നമുക്ക് പണി കിട്ടും. ഈ വേൾഡ് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു പണി കിട്ടിയായിരുന്നു ഗേസ്. അത് ഞാൻ പറയാം. ഞാനാണെങ്കിൽ മൈൻക്രാഫ്റ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ബഗ് അടിക്കുകയാണ് ഗേസ്. എന്ത് വന്നാലും ഇതിന് ബഗ്ഗല്ല, ഗ്ലിച്ച്. ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഞാൻ കാണിച്ചുതരാം. ഈ ബ്ലോക്ക് പൊട്ടിക്കാൻ നോക്കുമ്പം എനിക്കാണെങ്കിൽ ഈ ബ്ലോക്ക് പൊട്ടിക്കുമ്പം ഗ്ലിച്ച് അടിക്കുക. ഞാൻ ഈ ബ്ലോക്ക് പൊട്ടിക്കാലും പക്ഷേ ബ്ലോക്ക് ആവുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എനിക്കറിയത്തില്ല ഗേസ്. എന്നിട്ട് ഞാൻ ഒരു ബ്ലോക്ക് കൂടെ പൊട്ടിച്ചിട്ട് താഴെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ സഫക്കേറ്റ് ആയിട്ട് ചാവുന്നു. എന്തുവാന്ന് എനിക്ക് പിടിക്കില്ല. എന്താണ് ഇത് ഇപ്പോൾ കാണുവാണേ. ഞാനാണെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം സഫക്കേറ്റ് അടിച്ച് ചാവുന്നു. 2 ബ്ലോക്കിന് താഴെ നിന്ന് സഫക്കേറ്റ് അടിച്ച് ചാവുന്നു. എന്തുവാന്ന് അറിയത്തില്ല. ഇതുപോലായിരുന്നു ട്രീ ചെയ്തപ്പോഴും സഫക്കേറ്റ് അടിച്ച് ചാവുന്നു. എന്തുവാ ഗേസ്, എനിക്ക് ഭയങ്കര ബഗ്ഗായിരുന്നു. പിന്നെ ഞാൻ എന്തോ ചെയ്ത് പിന്നെ ബഗ്ഗെല്ലാം പോയി ഗേസ്. എനിക്ക് ബഗ് അടിച്ചാണോ ഗ്ലിച്ച് അടിച്ചാണോ എന്തുവാന്നൊരു പിടിയില്ല. ഇത് ഇപ്പോഴും പോകുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ വേറെ എണ്ണം വെച്ചാണ് കളിക്കുന്നത്. വേറൊരു ഇത് വെച്ചാണ് കളിക്കുന്നത്. മറ്റേ ഇത് ഹാർഡ് കോർ അല്ല ഗേസ്, പക്ഷെ ഭയങ്കര ഹാർഡാണ് ഗേസ്. ഇതിനകത്ത് സോംബീസിനെ കാണണം ഗേസ്. സോംബി ഒറ്റയ്ക്കാണ് കൊല്ലുന്നത്. ഞാൻ കാണിച്ചു തരാം ഗേസ്. അടുത്ത നൈറ്റ് സർവൈവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഞാനാണെങ്കിൽ എന്തായാലും എനിക്ക് അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒരു സ്റ്റോണേജിലോട്ട് കിടക്കണം. നമുക്ക് അതിന് വേണ്ടി സ്റ്റോണിന് വേണ്ടിയിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ ആക്സ് സോഡ്. ഞാനെന്തോ സോഡ് ആക്സ് ഉണ്ടാക്കി. ശേ, നമുക്കാണെങ്കിൽ സ്റ്റോണേജ് ആയിട്ട് പറയുന്നു. നമുക്ക് കുറച്ചും കൂടെ വുഡ് വേണം ഗേസ്. വുഡ് വേണം. നല്ല വ്യൂ ഉണ്ട് ഗേസ്. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ഞാനൊരു ഇവൻ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, മറ്റേ വിച്ച് എന്തി. ഞാൻ വിച്ചിനെ തലകൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ. വിച്ച് കാണാനില്ല ഗേസ്. നമ്മളൊരു സോഡ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വിച്ചിനെ കാണാനില്ല. നമുക്കെന്ന് വെച്ചെന്ന് സ്റ്റോണേജിലോട്ട് കടന്നിട്ട് നമുക്കൊരു വുഡ് റെഡിയാകും ഗേസ്. നമുക്കിവിടെ ആയിട്ടൊരു മൈനിങ് ഏരിയ വേണം ഗേസ്. നമുക്കിവിടെ മൈനിങ് ഏരിയ ഇല്ല. ഒരു മൈനിങ് ഏരിയ വേണം. നമ്മൾ നല്ല വ്യൂ താഴെ അവിടോട്ട് വ്യൂ ഉണ്ട് ഗേസ്. നല്ല വ്യൂ ഉണ്ട് താഴെ.
എന്താണ്ടോ നല്ല വ്യൂ ആണ് ഗൈസ്. ഇവിടുന്ന് താഴോട്ട് സൺറൈസ് ഒക്കെ നല്ലതായിട്ട് കാണാം. ഇവിടെ നമുക്ക് വീട് വെക്കാം ഗൈസ്. നല്ല വ്യൂ ഉണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോണേജിലോട്ട് പോകണം ഗൈസ്. അതിൻ്റെ പണിയിലോട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ട് ചലിക്കാം. നമുക്ക് സ്റ്റോണേജിലോട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ ആദ്യം ഒരു കുഴി പിടിക്കണം ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. കേവ് പാവും തല കേവ് ഗൈസ്. ചെറിയൊരു വെളിച്ചം കാണുന്നു, അന്നേരം കയറുന്നില്ല ഗൈസ്. സോംബിയാണ് ഗൈസ്, എനിക്ക് വയ്യ. എന്തായാലും ഒരു ഷീൽഡ് ഉണ്ടാക്കാതെ കയറുന്നില്ല ഗൈസ്. ഒരു ഷീൽഡും വേണം. പിന്നെ എനിക്ക് നമുക്ക് അയണേജിലോട്ട് മാറണം. ഇങ്ങനെ ആദ്യമേ ഞാൻ പറയാം ഗൈസ്, എനിക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ അറിയത്തില്ല. അയൺ ഫാം ഉണ്ടാക്കാൻ അറിയാവുന്നവർ ആരെങ്കിലും എനിക്കാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്, എങ്ങനെയാണ് ബെഡ് റോക്കിനകത്ത് അയൺ ഫാം ഉണ്ടാക്കുന്നതെന്ന്. പ്ലീസ് ഗൈസ്, എനിക്കറിയത്തില്ല. സീരിയസ്ലി എനിക്കറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്യും ഗൈസ്. എന്തായാലും ഞാൻ അയൺ ഫാം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. നടക്കുവാണെങ്കിൽ വിജയം, നടന്നില്ലെങ്കിൽ തോൽവി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എന്തുവാ സ്റ്റോറേജിലോട്ട് മാറിയിട്ട് വേണം നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. വുഡ് കളക്ട് ചെയ്യണം ഗൈസ്. ഗൈസ് എനിക്ക് ജമ്പ് സ്കില്ലില്ല. എന്തായാലും നമുക്ക് കയറാം ഗൈസ് പെട്ടെന്ന്. ഇതെന്തോ ഇത് പെട്ടെന്ന് കയറാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കയറത്തില്ല. ഓക്കെ, നോക്കുന്ന ഈ ക്രീക്കർ വുഡ് എടുത്ത് ഇതിന് എനിക്ക് വുഡിൻ്റെ പേരറിയത്തില്ല. എന്ത് വുഡ് അതിൻ്റെ പേര് എനിക്ക് നോക്കണം കേട്ടോ ഗൈസ്. ഫോറസ്റ്റിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അടുത്ത വീഡിയോയ്ക്ക് അത് ഞാൻ പറയാം ഗൈസ്, ഫോറസ്റ്റിൻ്റെ വീഡിയോ. പിന്നെ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഫോറസ്റ്റ് എക്സ്പ്ലോർ ആണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അടുത്ത വീഡിയോ എന്തായാലും ഫോറസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. ആ ക്രീക്ക് ഫോറസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. അതിനകത്ത് നൈറ്റ് ഞാൻ സർവൈവ് ചെയ്യാൻ നോക്കും. നടക്കത്തില്ലെങ്കിൽ ഞാൻ പോയി ഗൈസ്. അല്ല എന്ത് ചെയ്യും, നമുക്ക് എന്തായാലും പോയി ഒന്ന് ചെയ്ത് ഗൈസ്. വീടിന് വേണ്ടിയിട്ടുള്ള വുഡ് ഒപ്പിക്കണം. സ്റ്റോറേജോട്ട് വേണമെങ്കിൽ വുഡ് വേണ്ടേ? പക്ഷേ വുഡില്ല. വുഡ് കളക്ട് ചെയ്യുക, പോവുക. നമുക്കതാണ് ഗൈസ് പരിപാടി. നമുക്ക് ക്രീക്കറിൻ്റെ ആ വുഡ് എടുക്കാം ഗൈസ്. അത് നല്ല രസമുണ്ട്. ഡോറിനൊക്കെ അതാണ് നല്ലത്. അത് നോക്കാം ഗൈസ്. നമുക്കാണെങ്കിൽ ആ ക്രീക്കറിൻ്റെ വുഡ് എടുത്തിട്ട് നമുക്കൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് തുടങ്ങാം ഗൈസ്. നമുക്ക് വീടുണ്ടാക്കണം. ഇന്നത്തെ നമ്മൾ ഗോൾ പറഞ്ഞായിരുന്നു ഗൈസ്. ഞാൻ ഗോൾ പറഞ്ഞായിരുന്നു, എനിക്ക് ചിന്ന ഡൗട്ടുണ്ട്. ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വീട് പണിയണം, പിന്നെ ഒരു മൈനിങ് ഏരിയ കണ്ടുപിടിക്കണം, പിന്നീട് നമ്മൾ ഫാം റെഡിയാക്കണമെന്നുണ്ട്. നമുക്കൊരു ഫാം ആണെങ്കിൽ താരമായിട്ട് നമുക്ക് ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫാം നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് തയ്യാറാക്കാം. ഫാമും നമ്മൾ ട്രീ ഫാമും ഒന്ന് റെഡിയാക്കുന്നതാണ് അടുത്ത എപ്പിസോഡിലേക്ക്. ഈ ട്രീ ഫാമിൻ്റെ കുറച്ച് ആവശ്യം വരും. നമുക്കൊരു വില്ലേജും കണ്ടുപിടിക്കണം അടുത്ത എപ്പിസോഡിൽ. അതായിരിക്കും അടുത്ത എപ്പിസോഡിലെ. നമ്മൾ ഈ എപ്പിസോഡിലാണ് ഒരു വീട് മൈനിങ്ങും. ഈ വുഡ് ഇഷ്ടമല്ല ഗൈസ്. വലിയ കേവ് ഉണ്ടല്ലോ ഇതിനകത്ത്. കൊള്ളാമല്ലോ, വലിയ കേവ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ഈ വുഡ് ഒന്ന് പറക്കാം ഗൈസ്. ഇത് നൈറ്റ് ആയാലും അറിയാൻ പറ്റത്തില്ല. ഇത് കണ്ടോ ഗൈസ്, ഞാൻ ഇതിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് വെള്ള കളറാവും കണ്ടോ. നമ്മൾ വെളിയിൽ നിൽക്കുമ്പോൾ ബ്ലൂ സ്കൈ പോലെയാണ്, പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ വെള്ളയാവും ഗൈസ്. നമ്മളെന്തായാലും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കാണെങ്കിൽ ഇന്ന് നൈറ്റ് ആവുന്നതിന് മുന്നേ ചെന്ന് ശരി നൈറ്റ് ആവാറായി. ഞാൻ ഈ നൈറ്റ് സ്കിപ്പ് ചെയ്ത് ഇരുന്നാലോ? നോക്കിയാലോ? ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം ഗൈസ്. സ്കിപ്പ് ചെയ്യാൻ നിൽക്കേ. എനിക്ക് ഡൗട്ടുണ്ട്, സ്കിപ്പ് ചെയ്യാതിരുന്ന മെനയാവുമോ എനിക്കറിയത്തില്ല. നമുക്ക് ഒരു കൊള്ളാം കേട്ടോ. ഈ മോസ് ബുക്ക്, പെയിൽ മോസ് ബുക്ക് കൊള്ളാം. എനിക്ക് ഈ ബ്ലോക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പെയിൽ ഫാമിന് പെയിൽ ട്രീ, പെയിൽ ഫോറസ്റ്റ് എന്നങ്ങാണ്ടല്ലേ പേര്? പെയിൽ. അപ്പം ആ ജീവിയുടെ പേരാണ് ഈ ക്രീക്കേഴ്സ്. പെയിൽ മോസ് എന്നല്ലേ അതിൻ്റെ പേര്? പെയിൽ ഫോറസ്റ്റ് എന്നങ്ങാണ്ട പേര്. പെയിൽ ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഫോറസ്റ്റിൻ്റെ പേര് വെച്ച് കൊള്ളാം, നൈസ്. എൻ്റെ ശിവനെ, എന്തൊക്കെയാണോ പോകുന്നത് ചെയ്യാൻ പോവല്ലേ? നൈറ്റ് ആവാറായി. ഓക്ക് ഇപ്പം കളക്ട് ചെയ്യാൻ പോകുന്നത് ചിന്ന ബഗ്. വീണ്ടും സ്ലീപ്പ് ചെയ്യാനും പറ്റുന്നില്ല. മറ്റേ ആ സാധനം ക്രീക്കേഴ്സ് ഇപ്പോൾ സ്പോണാകുന്ന സാധനം സ്പോണായി. ശിവനെ, ഉറങ്ങാൻ പാ പെട്ടെന്ന്. സോംബിയുടെ കിട്ടി. സോംബി പോ. എവിടത്തൊക്കെ അടിക്കുന്നേ? എന്നിട്ട് പോടാ നീയൊക്കെ. അയ്യോ ഓർറോ ഇത് കിടന്നുറങ്ങണമല്ലോ. ഇത് ഞാൻ എങ്ങനെ ഉറങ്ങിപ്പോയി? ഞാൻ ഇപ്പം ചാവും. ചത്തു. അയ്യോ ആരാട്ട്. ചത്തു. റെസ്പോൺസ് ചെയ്ത കാര്യമേ. അയ്യോ എടാ, ഇവന്മാർ എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇവന്മാർ ഇവിടെ നിന്ന് മാറ്റാൻ എന്താണ് ഇവേ? രാത്രി കിണ്ടി ശിവനെ. ഒരു മാച്ച് മിസ്സായിപ്പോയി. നമുക്കൊരു പ്ലാൻ ഉണ്ട്. ക്രീപ്പറിനെ വെച്ച് സോംബികളെ കൊല്ലാം. ഗുഡ് ഐഡിയ. നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഇവിടെ നിൽക്കാം. ക്രീപ്പർ പൊട്ടാറാവട്ടെ. എണ്ണം ചത്തു. നമ്മളിപ്പോൾ ചാവും കേസ്. എന്തായാലും നമ്മൾ ചാവും. കേസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഈ സമയം കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം കേസ്. ശിവനെ, ഇതുകൊണ്ട് അടുത്ത സമയം വിറ്റ് കിണ്ടി വിറ്റ്
ഗൈസ് എനിക്ക് ഈ സമാനത്തിനൊന്നും ഇഷ്ടമല്ല. ഞാൻ എങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. ഗൈസ് ഞാൻ ഇനിയുള്ള വീഡിയോ കാണിക്കുമെന്ന് തോന്നുന്നില്ല. ഗൈസ് നീണ്ടൊരു ചാവലിന് ശേഷം നമ്മളിത് വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് എത്ര വട്ടം ചത്തെന്നറിയാം ഗൈസ്, എത്ര വട്ടം. എനിക്ക് വയ്യ. ഇനി നമുക്കൊരു വീടുണ്ടാക്കണം ഗൈസ്. നമുക്ക് സഖി കിട്ടും, നമുക്കൊരു വീടുണ്ടാക്കണം. എന്തായാലും ഒരു വീടുണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി കാര്യം ക്രീപ്പർ. നമുക്ക് ഈ വുട്ടെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഗൈസ് പെട്ടെന്ന് പോകാം. ക്രീപ്പറിൻ്റെ കിണ്ടി പട്ടി സാധനം പെട്ടെന്ന് പോകാം, അല്ലെങ്കിൽ നമ്മൾ ചാവും. ഈ സ്കാറ്ററൊന്നും ചാവത്തില്ലേടാ ഇതൊന്ന്. അയ്യോ എന്തുകൊണ്ട് ഗൈസ് നമ്മുടെ ഹങ്കർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണെങ്കിൽ ചാവുകയാണ് ഗൈസ്. നമ്മളൊരു ഫുഡ് പോലും ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. നമുക്കാണെങ്കിൽ വുഡ് കളക്ട് ചെയ്യാൻ പോകണം ഗൈസ് വീട് ഉണ്ടാക്കണമെങ്കിൽ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആക്സും ഉണ്ടാക്കണം. നമ്മുടെ ബാക്കി എല്ലാം പോയി ഗൈസ് കയ്യിൽ. അതുകൊണ്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഒരു മൈനിങ്ങിന് പോയി നമുക്ക് സ്റ്റോൺ പിക്കാക്സിലോട്ട് മാറും. സ്റ്റോണും എല്ലാം പോയി. അയൺ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതാണ് ഗൈസ്. അയൺ ഇല്ല, പക്ഷേ നമുക്കാണെങ്കിൽ എന്തായാലും ചെന്ന് ഒന്ന് മൈനിങ്ങിന് പോയി ഗൈസ്. ഹാക്ക് ശിവനേ, വലിയൊരു ഗുരി കേട്ടോ അത്. ഓക്കെ നമുക്കിത് മൈൻഡ് ചെയ്യാം ഗൈസ്. എനിക്ക് എത്രാമത്തെ വട്ടം ഞാൻ ചത്തെന്നറിയോ. എന്തായാലും നമുക്കൊരു ഗോൾ വെച്ചിട്ടുണ്ട് ഗൈസ്. നാളെ നമ്മുടെ അടുത്ത എപ്പിസോഡ്, നാളെ അല്ല അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു നമുക്കൊരു ഫുഡാണ് ഗൈസ് മെയിൻ ആവശ്യം. ഫുഡില്ല, ഒന്നുമില്ല. പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ ക്രീക്കേഴ്സ് എങ്ങനെയാണെന്ന് ഒന്ന് നമുക്ക് ട്രൈ ചെയ്യണം. അയൺ ഗൈസ്, അയൺ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഗൈസ്. നമുക്ക് 3 സ്റ്റോൺ ഒന്ന് കളക്ട് ചെയ്തിട്ട് അയൺ കളക്ട് ചെയ്യാം ഗൈസ്. നാക്ക് വരയ്ക്കുന്നു കിണ്ടി. ഗൈസ് നിങ്ങൾക്ക് എൻ്റെ ചളി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ അല്ലെങ്കിൽ ഈ ചളി മാറ്റാം ഗൈസ്. അടുത്ത എപ്പിസോഡ് തൊട്ട് നല്ലതാക്കാം ഗൈസ്. ചളി മാറ്റി നിങ്ങൾക്ക് ഫണ്ണി വീഡിയോ ആണ് വേണമെങ്കിൽ ഫണ്ണി വീഡിയോ ആക്കാം ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇറ്റ്, നിങ്ങൾ പറയണം ഗൈസ്. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല ഗൈസ്, നിങ്ങൾ പറയാതെ ഞാൻ എന്ത് ചെയ്യാൻ. നമുക്ക് വുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കപ്പോൾ നമുക്ക് അയൺ ആക്സ് ഉണ്ടാക്കാം ഗൈസ്. അയൺ ആക്സും അയൺ ഷവലും ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് ഈ അയൺ കളക്ട് ചെയ്യാം. നമ്മൾ അടുത്ത എപ്പിസോഡ് തൊട്ട് ഒരു ഗോൾ നമ്മൾ അതായിരിക്കും നമ്മൾ ആ ഒരു എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് തൊട്ട് സെറ്റ് ചെയ്യണം ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ള പണിയിലേക്ക് നമുക്ക് കിടക്കണം. ഓക്കെ നമുക്കാണെങ്കിൽ ഈ അയൺ മൊത്തം കളക്ട് ചെയ്യാം. പെട്ടെന്ന് ഈ അയൺ ഒന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് തീർച്ച് മേളോട്ട് എല്ലാം ഗൈസ്. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു ആദ്യമേ ഒരു ആക്സ് ഉണ്ടാക്കണം, പിന്നെ ഒരു ശവലം ഉണ്ടാക്കണം ഗൈസ്. നമുക്കാണെങ്കിൽ അല്ലെങ്കിൽ വുഡ് കളക്ട് ചെയ്യാൻ നമുക്ക് പാടാണ്. നമുക്കൊരു വുഡ് ഫാം വേണം. നമ്മൾ ഇവിടെ സകലമാൻ്റെ ഫാക്ടറി പോലെ നമ്മൾ സെറ്റ് ചെയ്യും ഗൈസ്. ലെറ്റ്സ് പ്ലേ ആണ്, നമുക്ക് എന്താണെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യും ഗൈസ്. ഉറപ്പാണ് ഗൈസ്, ഞാൻ സെറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആദ്യമേ 4 ചെസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കാം ഗൈസ്. ഇവിടെ 2 വെക്കാം, അവിടെ തന്നെ നമുക്ക് ഗൈസ്. നമ്മുടെ വീട് വെക്കാൻ വന്നിട്ട് അവിടെ തന്നെ ചെസ്റ്റ് വേണം. എന്താണ്ട് ഇവിടെ ആയിട്ട് വെക്കാം. ഇവിടെ വേണ്ട, തിരിച്ചൊക്കെ ഇങ്ങോട്ട് വെക്കാം. ഓക്കെ ഇവിടെ ആയിട്ട്, ഇതുകൊണ്ട് ഇവിടെ ആയിട്ട്. ഓക്കെ ഇനി ഫ്രണ്ടിലും കൂടെ വേണം നമുക്ക് 2 നമുക്ക് ഗൈസ്. ഡബിൾ ചെസ്റ്റ് ആക്കാം, ഡബിൾ ചെസ്റ്റ്. നമുക്കിത് മൊത്തം പ്ലെയിൻ ആക്കണം ഗൈസ്. ഇത്ര ഇടമുണ്ട്, പ്ലെയിൻ ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഗൈസ്. നമുക്കാണെങ്കിൽ ഇനി ഒരു ആക്സ് ഉണ്ടാക്കണം ഗൈസ്. ആക്സ് ഉണ്ടാക്കണം ഗൈസ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അയൺ സ്മെൽറ്റ് ചെയ്യാം. അയൺ സ്മെൽറ്റ് ആവാൻ കുറച്ച് നേരം എടുക്കും. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കിയാൽ ആദ്യത്തെ കാര്യം ഒരു ഷീൽഡ്. നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം. നമ്മൾ എന്തായാലും അയൺ ഉണ്ടാക്കും, ഷീൽഡ് ഉണ്ടാക്കാം ഗൈസ്. ഷീൽഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കി കാര്യം. കഴിഞ്ഞ എപ്പിസോഡ് എനിക്ക് വേറൊരു ബഗ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ മെങ്ങോഫ്റ്റ് എടുത്തപ്പം എനിക്കാണെങ്കിൽ ഫർണേസ് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റത്തില്ല. അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഫർണേസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചേക്കണം, പിന്നെ അതെനിക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ കളഞ്ഞു. ഒന്നും കുഴപ്പമില്ല. പിന്നെ പോയി ഇനി നമുക്ക് 3 സെറ്റ് ആയി. ഇനി ഒരു ആക്സ് ഉണ്ടാക്കാം. നമുക്ക് എന്നിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യും ഉറപ്പാണ്. എന്തായാലും ഒരു സ്റ്റോൺ ആക്സും കൂടെ കയ്യിരിക്കട്ടെ. ബാക്കിയെല്ലാം ഇതിനകത്ത് കിട്ടും. നമുക്ക് ചെന്ന് വുഡ് അങ്ങോട്ട് കളക്ട് ചെയ്യാം. വുഡ് കളക്ട് ചെയ്തിട്ട് ബാക്കി കാര്യം.